ഇടുക്കി തൊമ്മൻകുത്തിൽ സെയിന്റ് ജോർജ് പള്ളി സ്ഥാപിച്ച കുരിശ് വനം വകുപ്പ് പൊളിച്ചു നീക്കി. കുരിശ് സ്ഥാപിച്ചത് വനഭൂമിയിലെന്ന് വനം വകുപ്പ്. ഇന്നലെയാണ് കുരിശ് സ്ഥാപിച്ചത്. വിശദാംശങ്ങൾ ജയന്തി രാജ് നൽകും. ജയൻ, എങ്ങനെയായിരുന്നു സംഭവം? മോത്തി, ഇന്നലെയാണ് തൊമ്മൻകുത്ത് സെന്റ് ജോർജ് പള്ളിയുടെ നേതൃത്വത്തിൽ ഇവിടെ ഒരു കുരിശ് സ്ഥാപിച്ചിരുന്നത്. അതിന്റെ വെഞ്ചരിപ്പ് അടക്കമുള്ള ചടങ്ങുകളും ഇന്നലെ നടന്നിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തി ഈ കുരിശ് പൊളിച്ചു നീക്കുകയായിരുന്നു. ഇതിന് കാരണമായി വനംവകുപ്പ് അവകാശപ്പെടുന്നത് ഇത് വനഭൂമിയാണ് എന്നുള്ളതാണ്. ഇതിന്റെ സമീപത്തുകൂടിയാണ് പുതിയതായി നെയ്യാശ്ശേരി തേക്കുമ്പൻ റോഡ് നിർമ്മിക്കുന്നത്. അതിനോട് ചേർന്ന സ്ഥലത്താണ്. എന്നാൽ വിശ്വാസികൾ പറയുന്നത് ഇത് കൈവശ ഭൂമിയാണെന്നാണ്. വർഷങ്ങളായി ഒരു സ്വകാര്യ വ്യക്തി കൈവശം വെച്ചിരുന്ന ഭൂമി കുറച്ച് നാളുകൾക്ക് മുമ്പ് പള്ളിക്ക് അതിൽ നിന്ന് ഒരു 5 സെന്റ് നൽകി. ആ ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചത് എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകാം. വനംവകുപ്പിന്റെ നടപടി നിങ്ങൾ എങ്ങനെയാണ് കാണുന്നത്? പ്രതിഷേധമുണ്ടോ? വനംവകുപ്പിൻ്റെ നടപടിയിൽ അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾക്കുണ്ട്. കാരണം ഇത് വർഷങ്ങളായിട്ട് തുടർന്ന് ഒരു 65 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് വണ്ണപ്പുറം പഞ്ചായത്തിൻ്റെ 6-ാം വാർഡ് ഈ പ്രദേശത്ത് ജനങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. ഇത് നെയ്യശ്ശേരി തോക്കുമ്പർസാട് റോഡ് കടന്നു പോകുന്ന വഴിയുടെ സൈഡിലാണ്. അതായത് ഇത്രയും കാലം ഈ വഴിയിലേക്ക് വാഹനങ്ങൾ കയറി വരുന്ന ഒരു സംഭവമില്ലായിരുന്നു. അപ്പോൾ ഈ വാഹനം വന്നപ്പോൾ ഈ 65 വർഷം പഴക്കമുള്ള, നിങ്ങൾക്കറിയാം, എന്തേ നിൽക്കുന്ന തെങ്ങ് കണ്ടാലറിയാം. അപ്പോൾ ഇങ്ങനെ എന്ത് പ്രായം വരും? ഒരു 65 വർഷം പഴക്കമുണ്ട് എന്നുള്ളത് കണ്ടാൽ മനസ്സിലാവും ആർക്കും. അതുപോലെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ JCB ഉപയോഗിച്ച് അവർ റോഡ് നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് ചെയ്തതാണ് അവിടെ പറിച്ചിട്ടിരിക്കുന്നത്. EMS ഭവന പദ്ധതി ലഭിച്ച പെരയിരിക്കുന്നു. ഈ പ്രോപ്പർട്ടിക്കകത്തുനിന്ന് തൊമ്മൻകുത്ത് സെൻറ് തോമസ് ദേവാലയത്തിന് എഴുതി കിട്ടിയ 5 സെന്റ് ഭൂമിക്കകത്താണ് ഈ കുരിശ് സ്ഥാപിച്ചത്. അല്ലാതെ വനത്തിനകത്തോ കാട്ടിനകത്തോ ഒന്നുമല്ല സ്ഥാപിച്ചിരിക്കുന്നത്. കാളിയാർ റേഞ്ച് ഓഫീസർ അതിശക്തമായിട്ട് ഈ മേഖലയിൽ അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരം ഉപയോഗിച്ചു. അതായത് അദ്ദേഹം തീരുമാനിച്ചാൽ പള്ളി പണിയാൻ പറ്റുള്ളൂ. കാരണം ഇതിന് അധികാരം ആർക്കാണ് അയാൾക്ക് കൊടുത്തിരിക്കുന്നത്? ഞങ്ങൾ 60-65 വർഷക്കാലമായി ജീവിക്കുന്ന ആളുകൾ ഇവിടെ ജീവിക്കാൻ പാടില്ല എന്ന് ഒരു സർക്കാർ തീരുമാനിച്ചാൽ ആ സർക്കാർ ഉത്തരവോടുകൂടി വന്ന് ഞങ്ങളെ കുടിയിറക്കി വിട്ടോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. പക്ഷേ ഞങ്ങളിവിടെ ജീവിക്കുന്നുണ്ടെങ്കിൽ. ഇടുക്കി തൊമ്മൻകുത്തിലാണ് സംഭവം. കുരിശ് സ്ഥാപിച്ചത് വനം വകുപ്പ് എടുത്തു മാറ്റിയിരിക്കുന്നു. ഇത് വനഭൂമിയാണെന്നാണ് വനം വകുപ്പ് അവകാശപ്പെടുന്നത്. പക്ഷേ 65 വർഷത്തിലേറെയായി അത് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥയിലുള്ളതാണ്. പള്ളി വകയായി കിട്ടിയ ശേഷമാണ് കുരിശ് സ്ഥാപിച്ചത് എന്നാണ് സ്ഥലവാസികൾ പ്രതികരിക്കുന്നത്.